പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം നിരവധി മാറ്റങ്ങളാണ് യുഎസിൽ വന്നിരിക്കുന്നത്. അതിൽ ലോകം ചർച്ച ചെയ്യുന്നത് കുടിയേറ്റ നിയമങ്ങളും വിസ നിരസിക്കലുകളും തന്നെയാണ്. അമേരിക്കയിലേക്ക് കുടിയേറി പാർക്കാനും ഒരു സ്ഥിരജോലി നേടാനും പലർക്കും ആഗ്രഹങ്ങളുണ്ട്. എന്നാൽ ട്രംപ് അധികാരത്തിലെത്തിയതോടെ നിരവധി മാറ്റങ്ങളാണ് യുഎസിൽ വന്നിരിക്കുന്നത്. ഗ്രീൻ കാർഡ് ഉടമകൾ, തൊഴിൽ വിസ ഉടമകൾ, വിദേശ വിദ്യാർത്ഥികൾ എന്നിവർക്കെതിരെയും കർശനമായ നടപടികൾ എടുത്തു തുടങ്ങിയിട്ടുണ്ട്. മദ്യപിച്ച് വാഹനം ഓടിക്കുക, തീവ്രവാദ സംഘടനാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, അനുവദിച്ച സമയത്തിൽ കൂടുതൽ ജോലി ചെയ്യുക എന്നീ കുറ്റകൃത്യങ്ങൾക്കെല്ലാം തന്നെ വിസ റദ്ദാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പഠനം കഴിഞ്ഞ് യുഎസിൽ ജോലി ചെയ്യാമെന്നുള്ളതുകൊണ്ട് തന്നെ വിദേശികൾക്കിടയിൽ പഠന വിസകൾക്ക് വൻ ഡിമാൻഡാണ്. അതിനായി എത്ര രൂപ മുടക്കാനും ആളുകൾ തയ്യാറാണ്. അതുകൊണ്ട് തന്നെ യുഎസ് വിസ ഫീസുകൾ ഉയർത്താറുണ്ട്. എന്നാൽ വിസയ്ക്ക് വെക്കുന്ന പലർക്കും വിസകൾ ലഭിക്കുന്നില്ല. ഇന്ന് വിസ ലഭിക്കാത്തവർക്കും യുഎസിൽ നിന്ന് വിസ റദ്ദായിപ്പോയ പല വിദ്യാർത്ഥികൾക്കും തൊഴിലാളികൾക്കും മാനസികമായി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഈ റിപ്പോർട്ടുകൾ വന്നതിനു ശേഷം നിരവധി ആളുകൾ അവരുടെ അനുഭവങ്ങളുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഈ റിപ്പോർട്ടുകൾക്ക് പിന്നാലെ സെലിബ്രിറ്റി ഷെഫ് സരൺഷ് ഗോയാൽ തന്റെ അനുഭവം പങ്കിട്ട് ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട്. 2011 ആദ്യമായി യുഎസിലേക്ക് വിസയ്ക്ക് അപേക്ഷിക്കുകയും ഇമിഗ്രേഷൻ വകുപ്പ് തന്റെ വിസ നിരസിക്കുകയും ചെയ്തിരുന്നു. വിസയ്ക്ക് അപേക്ഷിക്കുന്ന സമയത്ത് നിരവധി പദ്ധതികൾ മനസ്സിലുണ്ടായിരുന്നുവെന്നും അതിൽ പ്രധാനപ്പെട്ടത് ലോസ് ഏഞ്ചൽസ് യാത്ര ചെയ്യാനും ഫുഡ് നെറ്റ്വർക്കിലെ അവസരങ്ങൾ കണ്ടുപിടിക്കാനായിരുന്നുവെന്നും അദ്ദേഹം പോസ്റ്റിൽ പറഞ്ഞു. എന്നാൽ പ്രതീക്ഷകൾക്കും സ്വപ്നങ്ങൾക്കും തിരിച്ചടി നൽകി വിസ റിജക്റ്റായി. അന്ന് ഏറെ വിഷമങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് പതിയെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുകയും മുൻപോട്ട് ജീവിക്കാൻ തുടങ്ങുകയും ചെയ്തു. ആ സമയത്ത് ഫുഡ് TV ചാനലിൽ നിന്നും ഒരു ഓഡിഷന് വിളിച്ചിരുന്നു. അതിൽ പങ്കെടുത്തത് ജീവിതത്തിലെ ഒരു നല്ല തീരുമാനമായിരുന്നുവെന്നും അദ്ദേഹം പോസ്റ്റിൽ പറഞ്ഞു. തുടർന്ന് ഓഡിഷനിൽ സെലക്ട് ആകുകയും അതിൽ വിജയിക്കുകയും ചെയ്തു. അന്ന് ആ പരിപാടിയിൽ വിജയിച്ചത് ജീവിതത്തിൽ വലിയ വഴിത്തിരിവുകൾ ഉണ്ടാക്കിയെന്നും അദ്ദേഹം പോസ്റ്റിൽ കുറിച്ചു. ഇന്ന് ഞാൻ അറിയപ്പെടുന്ന ഒരു ഷെഫായി മാറിയത് അന്ന് വിസ റിജക്റ്റ് ആയതുകൊണ്ടാണ്. ഒരുപക്ഷെ തനിക്ക് യുഎസ് വിസ ലഭിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനെ ഒരു ഉയർച്ച തന്റെ ജീവിതത്തിൽ ഉണ്ടാകില്ലായിരുന്നു. പോസ്റ്റിന്റെ കൂടെ അദ്ദേഹം പാചകം ചെയ്ത ഭക്ഷണ പദാർത്ഥത്തിന്റെ ചിത്രവും അതിന്റെ റെസിപ്പിയും ആളുകൾക്ക് വേണ്ടി പങ്കുവച്ചിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഈ പോസ്റ്റ് വിദ്യാർത്ഥികൾക്ക് ഗുണം ചെയ്യുമെന്ന് പറഞ്ഞ് നിരവധി ആളുകൾ കമന്റുകളും ഇട്ടിട്ടുണ്ട്. പുതിയ ഭരണകൂടം യുഎസിൽ അധികാരത്തിലെത്തിയതോടെ വിസ നടപടികൾ കർശനമാക്കുകയാണ്. അതുകൊണ്ട് തന്നെ വിസയ്ക്ക് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ രേഖകളെല്ലാം കൃത്യസമയത്ത് ഹാജരാക്കണം. ഇന്റർവ്യൂവിന് വിളിച്ചാലും അതേ സമയത്ത് തന്നെ എത്താൻ ശ്രമിക്കണം. ഇന്റർവ്യൂവിന് പോകുമ്പോഴും എല്ലാ രേഖകളും കയ്യിൽ കരുതണം. അതുപോലെ നിലവിൽ യുഎസ് വിസ ലഭിച്ച് അവിടെ താമസിക്കുന്നവരും ശ്രദ്ധിച്ച് തന്നെ മുൻപോട്ട് പോകണം. കഴിവതും പ്രശ്നങ്ങളിൽ പോയി ചാടാതെയും തീവ്രവാദ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളിലോ റാലികളിലോ പോകുന്നതും ഒഴിവാക്കണം. അതുപോലെ യുഎസ് ഗവൺമെന്റിന് എതിരായി യാതൊന്നും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും അരുത്. യുഎസ് വിസ ബുള്ളറ്റിനുകൾ കൃത്യമായി മനസ്സിലാക്കണം.